2080 ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും എന്നങ്ങ് ഒരു പഠനങ്ങളുണ്ട്. അങ്ങനെ ആകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതേക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു കമ്മ്യൂണിറ്റി അതിൻ്റെ ഇക്വിലിബ്രിയം നിലനിർത്തണമെങ്കിൽ, ഇപ്പോഴുള്ള ജനസംഖ്യ അനുപാതത്തിൽ വളരണമെങ്കിൽ ഒരു കുടുംബത്തിൽ 2.2 കുഞ്ഞുങ്ങൾ വേണമെന്നാണ് ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്. ക്രിസ്ത്യൻ സമുദായത്തിൽ അത് 1.6%. 6 ആണ്, 1.6. അത് ഞങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ എണ്ണം നമ്മളാണ് ഇത് ക്രമാതീതമായി പ്രോത്സാഹിപ്പിച്ച് ഈ പറഞ്ഞ ഫാമിലി പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഇടവന്നത്. പക്ഷേ അതിലൂടെ ഏറ്റവും നഷ്ടം സംഭവിച്ചൊരു സമൂഹമായി ക്രിസ്ത്യൻ സമൂഹം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ബിഷപ്പുമാരൊക്കെ കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരു ഇടയലേഖനം എഴുതിയാൽ ഉടനെ കലഹിക്കുന്നവർ കാണാം. അത് കണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിരുത്തരവാദപരമായ ഇടപെടലാണ് നടത്തുന്നത്. വാസ്തവത്തിൽ നിരുത്തരവാദപരമായ ഒരു കാര്യമല്ല, ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ചില മുൻകരുതലുകളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അത് ആവശ്യമാണ് ആ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് പല ക്രിസ്ത്യൻ പ്രദേശങ്ങളിലും കുട്ടികളുടെ എണ്ണം, ഇപ്പോൾ 10 കൊല്ലത്തെ കുട്ടികളുടെ എണ്ണം എടുത്താൽ, ഞങ്ങളുടെ സൺഡേ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം എടുത്താൽ 10ാം ക്ലാസ്സിൽ രൂപതയിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെ എണ്ണം 55,000 പേര് സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ചിലപ്പോൾ 32,000 പേരേ ഉള്ളൂ. ഞങ്ങളുടെ രൂപതയിലെ കാര്യം വെച്ച് ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇത് എന്തോ ഒരു വലിയ വ്യത്യാസം ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അതിന് മൈഗ്രേഷൻ ഒരു കാരണമല്ല. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഒരുപാട് ഫാമിലി മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. മൈഗ്രേഷൻ ഒരു കാരണമാണ് എന്ന് പറയുമ്പോഴും നമ്മൾ മൈഗ്രേഷൻ്റെ പെർസെൻറ്റേജ് കൂടി എടുക്കണം, എന്നാലേ ഇത് കമ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. മൈഗ്രേഷൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ക്രമാതീതമായി എണ്ണം പോയി എന്ന് പറയുമ്പോഴും നമുക്ക് ഇവിടുത്തെ ജനസംഖ്യയുടെ ഒരു 4 മുതൽ 6 വരെ ശതമാനം മാത്രമേ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടതുള്ളൂ. അതിനേക്കാളും എത്രയോ കൂടുതലാണ് ഈ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ വന്ന കുറവ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. BJP ഭരിക്കുന്ന ഇന്ത്യയേക്കാൾ ക്രിസ്ത്യൻസ് കുറച്ചുകൂടി സേഫ് ആയിരുന്നു കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് എന്നൊരു ചിന്ത സഭയ്ക്കുണ്ടോ? ഈ 50 കൊല്ലത്തെ കോൺഗ്രസ് ഭരണത്തിൽ ഈ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം മതപരിവർത്തന നിരോധന നിയമ ബില്ലുകൾ, അതിൽ പലതും കോൺഗ്രസ് മിനിസ്ട്രിയിലാണ് പാസ്സാക്കിയിരിക്കുന്നത്. അല്ല, സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ അത് പാസ്സാക്കിയിട്ടുണ്ട്. അത് ക്രൈസ്തവരെ ബുദ്ധിമുട്ടിക്കാനും പീഡിപ്പിക്കാനും വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റം, ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചില തീവ്ര നിലപാടുകാർ കയ്യിലെടുത്തിരിക്കുക. ഇത് ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നതിന് എതിരാണ് കത്തോലിക്ക സഭ. അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അതേസമയം ഒരുവന് വിശ്വാസമുണ്ട്, അവന് ഈ വിശ്വാസം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, അവനെ സ്വാഗതം ചെയ്യണം. ഇതാണ് സഭയുടെ നിലപാട്. അത് രാജ്യത്തിൻ്റെ ഭരണഘടനയെ അത് ഉറപ്പു തരുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ പലപ്പോഴും പല സംസ്ഥാനങ്ങളിലെ അടുത്ത കാലത്ത് പാസ്സാക്കിയ മതപരിവർത്തന നിരോധന നിയമം, നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം, ആ നിർബന്ധിത മതപരിവർത്തനത്തെ 100% ഞങ്ങളും എതിർക്കും. പക്ഷേ അതാരാണ് ഇത് നിർബന്ധിതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? അതാണ് അടിസ്ഥാനപരമായ ചോദ്യം. അത് തീരുമാനിക്കുന്നത് നാട്ടിലെ ഈ സാമൂഹ്യ വിരുദ്ധർ അത് തീരുമാനിക്കാൻ തുടങ്ങിയാൽ അത് അപകടകരമാണ്. നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നതിൻ്റെ ശരിയായ സ്പിരിറ്റിൽ അത് നടപ്പിൽ വരുത്താനും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതി ഉറപ്പുവരുത്താനും ഭരണകൂടങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നിയമവ്യവസ്ഥിതി പലപ്പോഴും ഈ ഗുണ്ടായിസങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഇത്തരം നിയമങ്ങൾ ആ ഗുണ്ടായിസത്തിന് വഴിമരുന്നിടുകയും ചെയ്യുന്നു എന്നുള്ള ആക്ഷേപമാണ് ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിലുള്ളത്. നമുക്ക് BJPയെ ഞങ്ങളൊരിക്കലും തൊട്ടുകൂടാത്ത പാർട്ടിയായിട്ടോ എന്തോ ഭീകരപ്രസ്ഥാനമായിട്ടൊന്നും ഞങ്ങളാരും കരുതുന്നില്ല. പക്ഷേ ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ മിഷണറിമാർ
അനുഭവിക്കുന്ന പീഡനങ്ങൾ, വേദനകൾ, അവർക്ക് ഇപ്പോൾ ഇതുപോലൊരു ലോവയിട്ടോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് അവരുടെ ഉടുപ്പിട്ടോ നടക്കാൻ മേലാത്ത സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കതിൽ ദുഃഖമുണ്ട്. നമുക്ക് ജാർഖണ്ഡിൽ 2 സിസ്റ്റേഴ്സ് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കണ്ടമാനിലെ കലാപം, ഒറീസയിലെ പ്രതിസന്ധികൾ, ഇതെല്ലാം ഞങ്ങളെ ഭാരപ്പെടുത്തുന്നതാണ്. ഈ ക്രിസ്തു മതവുമായിട്ടുള്ള സൗഹാർദ്ദം എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ മാത്രമായിട്ടൊരു സൗഹാർദ്ദത്തെക്കുറിച്ച് BJP ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അത് ഒരു ദേശീയ തലത്തിൽ തന്നെ ഈ പ്രതിസന്ധിയെ കാണണം, അതിന് പരിഹാരങ്ങൾ ഉണ്ടാകണം. അങ്ങനെയുണ്ട് എങ്കിൽ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയോടും കാണിക്കുന്ന തുറന്ന മനസ്സ് ഇവിടുത്തെ ക്രൈസ്തവ സഭയ്ക്ക് BJPയോട് കാണിക്കുന്നതിനും എതിരൊന്നുമില്ല. പക്ഷേ ആ പ്രദേശങ്ങളിലെല്ലാം അവർ പലപ്പോഴും എന്നോട് സംസാരിക്കുമ്പം പറയാറുണ്ട്, അത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിക്കപ്പെടുകയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എങ്കിലും, കാരണം അവിടെയൊക്കെ ക്രിസ്ത്യാനികൾ വളരെ വിരലിലുണ്ടാവുന്നതേ ഉള്ളൂ. അവരുടെ സ്ഥാപനങ്ങളിലേക്കെല്ലാം ഈ അനധികൃതമായി കടന്നു കയറുക, അതെല്ലാം തല്ലിപ്പൊളിക്കുക, നശിപ്പിക്കുക, ദേവാലയങ്ങൾക്ക് തീയിടുക, അതുപോലെ ഒരു തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് സിസ്റ്റേഴ്സിന് നടക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടാവുക. ഇതൊക്കെ ഈ രാജ്യത്ത് ഞങ്ങൾ ആരുടെയും ഔദാര്യം ചോദിക്കുന്നതല്ല, ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ആ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തും എല്ലാ പൗരന്മാർക്കും. എല്ലാവർക്കും ആ തുല്യനീതി എന്ന ആ ഒരു ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ രാജ്യം ഭരിക്കുന്ന കക്ഷി തയ്യാറായാൽ തീർച്ചയായും അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ ക്രൈസ്തവ പക്ഷത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ഈ BJP ഭരിക്കുന്ന ഇന്ത്യയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സേഫ് അല്ല എന്നൊരു തോന്നലുണ്ടോ? സേഫ് അല്ല എന്ന തോന്നലൊരു ജനറൽ പ്രസ്താവനയായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് പല സംഭവങ്ങളും ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ഇടവരുത്തുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതകൾ നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കുന്നതിൽ അർത്ഥമില്ല. തെറ്റിനെ തെറ്റ് എന്ന് വിളിക്കാൻ ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ച കാര്യമാണ്. ടു കോൾ എ സ്പെയ്ഡ് എ സ്പെയ്ഡ്. ഇത് മതപരമായ വിവേചനമാണ് എങ്കിൽ വിവേചനമാണ് എന്ന് തന്നെ പറയാൻ ഞങ്ങൾ ആരെയും ഭയപ്പെടാറില്ല. അതിനുവേണ്ടി ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാറുമില്ല. അതുകൊണ്ടാണ് സിസ്റ്റർമാർ അനധികൃതമായി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിലെല്ലാവരും തന്നെ ശക്തമായി പ്രതിഷേധിച്ചു. അതിൻ്റെ മുൻനിരയിൽ പ്രസംഗിച്ചവരിൽപ്പെട്ടയാളാണ് ഞാനും. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം എല്ലാവരും ഉറപ്പുവരുത്തും. അത് ഭരണകർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് വീഴ്ച വരുത്താൻ പാടില്ല. പിതാവ് പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഈ പൊളിറ്റീഷ്യൻസിൻ്റെ പറ്റി ഒരു ബാഡ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളുടെ സഭയിലെ ആൾക്കാർ പൊളിറ്റിക്സിലേക്ക് പോകാതിരുന്നത്. ഇപ്പോൾ നമ്മളുടെ ഈ ഇഷ്യൂ, എറണാകുളം അങ്കമാലി ആർക്കിപ്പാർക്കിയുടെ ഈ ഇഷ്യൂവിൽ തന്നെ വൈദികർക്കും ഭയങ്കര ഒരു കോട്ടം തട്ടിട്ടുണ്ട്. അതുപോലെ ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ, നമ്മുടെ ഈ സഭയിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ ആ ഒരു ഫീലിംഗ് ഈ ചർച്ചിലാണെങ്കിലും ഇങ്ങനെയാണ്. അപ്പോൾ അവർ ആ ചർച്ചിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിന് എന്തെങ്കിലും? തീർച്ചയായും അത്തരത്തിലുള്ള ഈ വഴിവിട്ട രീതിയിലുള്ള പ്രതികരണങ്ങളും സമരങ്ങളും ഒക്കെ സാധാരണ വിശ്വാസി, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെ വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെയും വിചാരം. അത് ഞങ്ങൾ ആ സത്യ എളിമയോടെ മനസ്സിലാക്കാനും അത് തിരുത്താനും ഞങ്ങളുടെ ഭാഗത്തെ തെറ്റുകൾ തെറ്റാണെന്ന് സമ്മതിച്ചുകൊണ്ട് ശരിയുടെ പക്ഷത്തേക്ക് യുവജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുമുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ വത്തിക്കാനിൽ പോയപ്പം ഈ ആർച്ച് ഡയോസിസിൻ്റെ ബൗണ്ടറീസ് റീഡ്രോ ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു, ഈ 12 ഡയോസിസിൻ്റെ. അത് ഏത് രീതിയിലാണ്? അത് ഈ രൂപതയായിട്ടൊന്നും അതിന് ബന്ധമില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർപ്പാപ്പ 2017 ഒരു എഴുത്ത് തന്നിരുന്നു. ഇന്ത്യയിൽ, കേരളത്തിൽ, കർണാടകയിലൊക്കെ സിറോ മലബാർ സഭയ്ക്ക് പിന്നെ നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രമേ സിറോ മലബാർ സഭയ്ക്ക് സ്വന്തമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാനോനിക ഭാഷയിൽ പറഞ്ഞ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നു. 2017 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇന്ത്യ മുഴുവനും
സീറോ മലബാർ സഭയ്ക്ക് ലത്തീൻ സഭയ്ക്ക് ഉള്ളതുപോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും. അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ഈ ഇന്ത്യയിലെ സീറോ മലബാർ സഭകളുടെ അതിരുകൾ പുനർനിർണയം ചെയ്യേണ്ടി വന്നു. അത് ഇത്രയും വലിയൊരു രാജ്യത്തെ ഈ രൂപതയുടെ അതിർത്തികൾ പുനർനിർണയിക്കുന്നതിന് 5-8 കൊല്ലം എടുത്തു എന്നുള്ളത് സത്യമാണ്. ആ പുനർനിർണയിച്ച് ലത്തീൻ സഭയും സീറോ മലബാർ സഭയും തമ്മിൽ ധാരണയിലെത്തിയ കാര്യങ്ങൾ റോമിൽ കൊടുത്തത് റോം അംഗീകരിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. എറണാകുളമായിട്ട് അതിനൊരു ബന്ധമില്ല. ഇടയ്ക്കൊരു റൂമർ ഉണ്ടായിരുന്നു ഇത് സ്പ്ലിറ്റ് ആവും. എറണാകുളം സ്പ്ലിറ്റായി വേറെ സഭയായി മാറുന്നു. അങ്ങനെ ഒരു റൂമർ ഞാനും കേട്ടിരുന്നു. പക്ഷേ അതിനൊരു സാധ്യത വളരെ കുറവാണ്. കാരണം ഇവിടുത്തെ ആളുകൾ, വൈദികരും എല്ലാവരും റോമൻ മാർപ്പാപ്പായുടെ നേതൃത്വം അംഗീകരിക്കുന്നവരും മാർപ്പാപ്പായുടെ കീഴിലായിരിക്കുന്നതിൽ അഭിമാനിക്കുന്നവരും. അതുകൊണ്ട് ആ ഒരു കത്തോലിക്ക സഭയുടെ ഭാഗമാവുക എന്ന് പറയുന്നതിനെ ഒരു വലിയ മഹത്വമായി ചിന്തിക്കുന്നവരാണ് ഈ രൂപതയിലെ വിശ്വാസികളും വൈദികരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞൊരു റൂമറായിരിക്കും ഇവർ ഈ കത്തോലിക്ക സഭ വിട്ടുപോകുന്ന. അങ്ങനെ ഒരു സംവിധാനം സഭയിലില്ല. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സഭയുടെ അംഗീകരിക്കപ്പെട്ട സഭാവിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് ഒരു രൂപതയ്ക്ക് നിലനിൽപ്പുള്ളൂ. ഒരു രൂപത തന്നെ ഇന്നു മുതൽ ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ അവരെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകുമല്ലാതെ വേറെ ഓപ്ഷനില്ല. ഇപ്പം നമ്മൾ ഈ ഫോർമുല ഡെവലപ്പ് ചെയ്തായിരുന്നല്ലോ ഈ ഇവിടുത്തെ ഇഷ്യൂ രമ്യപ്പെടുത്താൻ, അതിനെന്തെങ്കിലും ഡെഡ് ലൈൻ വല്ലതും ഉണ്ടോ? കാരണം ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ രൂപത മാത്രമേ ഉള്ളല്ലോ ഈ സിനഡൽ മാസിലേക്ക്. ഡെഡ് ലൈൻ ഇതുവരെയും ഫിക്സ് ചെയ്തിട്ടില്ല. കാരണം ഇതൊരു വലിയ ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ കടന്നുപോയത് ഇരുപക്ഷത്തും. സഭാ നേതൃത്വത്തെ സംബന്ധിച്ചും ഇത് വളരെ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിയാണ്. സാധാരണ ഇതിലൊരു നിർദ്ദേശം വരുന്നു, അതെല്ലാവരും സ്വീകരിക്കുന്നു, അങ്ങനെ അത് ശാന്തമായി പോകുന്നതാണ്. നേതൃത്വത്തെ സംബന്ധിച്ചും ഇത് വളരെ ഒരു അൺപ്രീസിഡൻറ്റഡായ ഒരു വിഷയമാണ്. ഒരു കുർബാന അർപ്പണ രീതി ഇത്രയും വലിയ തർക്ക വിഷയമാകുന്നു എന്നുള്ളു. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും വളരെ സ്ട്രെയിഞ്ചായൊരു കാര്യമാണ് എറണാകുളം അങ്കമാലി വിശ്വാസികളെ സംബന്ധിച്ച്. അതുകൊണ്ട് സിനഡ് തീരുമാനിച്ചത് അങ്ങനെ ഇപ്പം പ്രത്യേക ഡെഡ് ലൈനുകളൊന്നും വയ്ക്കണ്ട. ഗീവ് ദം ഇനഫ് ടൈം. അവരെ ഈ ഒരു സിസ്റ്റത്തോട് അക്കോമഡേറ്റ് ചെയ്യാൻ തക്ക വിധത്തിലുള്ള സമയം കൊടുക്കുക. ഒരു ഗ്രാജുവൽ ഇംപ്ലിമെൻറ്റേഷൻ എന്ന തത്വമാണ്. അതിന് വീണ്ടും അതിനകത്ത് വ്യവസ്ഥ വച്ചിട്ടുണ്ട്. ഇനി ഇതിന് മാറ്റം വരുത്തുന്നത് ഈ രൂപതയുമായി ബന്ധപ്പെട്ട കാനോനിക സമിതികൾ അവിടെയെല്ലാം ചർച്ച ചെയ്ത് അവരുടെയും കൂടി അപ്രൂവലോടുകൂടിയേ ഇതിന് മാറ്റം വരുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഏകപക്ഷീയമായ മാറ്റത്തിലേക്കും ഇനിയൊരു മറ്റൊരു മുകളിൽ നിന്നൊരു കൽപ്പന കൊണ്ട് ഇവിടെ വീണ്ടും പ്രതിസന്ധി ഉണ്ടാകുന്നൊരു സാഹചര്യം വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇവിടെ തന്നെ അത് ഗ്രാജുവലായിട്ട് ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവർ വളരുന്നതിന് വേണ്ടി കാത്തിരിക്കാൻ സഭാ